15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം ഇന്ന് അവസാനിക്കും. സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനമാണ് ഇന്ന് അവസാനിക്കുന്നത്. ഈ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്ന് സഭ പിരിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ സഭാ സമ്മേളനം, അതായത് 16ാം നിയമസഭാ സമ്മേളനം തുടങ്ങിയ ശേഷം വലിയ പ്രതിഷേധത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. എപ്പോഴും എല്ലാ ദിവസവും ശക്തമായ പ്രതിഷേധവും ബഹളവും തന്നെയായിരുന്നു സഭാതലത്തിൽ നമ്മൾ കണ്ടത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഇന്നലെയും അത് തന്നെയാണ് കണ്ടത്. ഇന്നലെ ഭരണ പ്രതിപക്ഷ വാക്പോരിലേക്കടക്കം അത് പോകുന്നതും കണ്ടു. ഇന്നലെയും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കലുമായി മുന്നോട്ട് പോയി. ശക്തമായി തന്നെ അതിനെ മന്ത്രി എം പി രാജേഷും പി രാജീവും അടക്കമുള്ള ഭരണപക്ഷവും ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ സഭാ നടപടികൾ സ്പീക്കർ മുന്നോട്ട് കൊണ്ടുപോയി. സഭാ നടപടികളുമായി പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി നിലവിൽ സഹകരിക്കുന്നില്ല. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്നലെ തന്ത്രിയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ന് ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഏതായാലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഈ ഗില്ലറ്റിൻ ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു. സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനി അധികം സമയമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. നിലവിൽ മാർച്ച് 26 വരെ സഭ ചേരാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ സഭാ നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുമ്പോൾ അത് ഈ പ്രചരണത്തെ അടക്കം അല്ലെങ്കിൽ MLA-മാർക്കടക്കം അവരവരുടെ മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഗില്ലറ്റിൻ ചെയ്യാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷവും അനുകൂലിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും 26-ന് തീരേണ്ട, അതായത് മാർച്ച് 26 വരെയാണ് സഭ നിശ്ചയിച്ചിരുന്നത്. ആ സഭാ നടപടികളാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെയും അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നതും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗില്ലറ്റിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും നടക്കുക 5 ബില്ലുകളുണ്ട്. നമുക്കറിയാം, സംസ്ഥാനം നേറ്റിവിറ്റി കാർഡ് എന്നുള്ള ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ഇന്നലെ നിയമസഭയിൽ മന്ത്രി കെ രാജൻ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് ആ ബില്ല് പാസ്സാക്കും. അതടക്കം 5 ബില്ലുകളാണ് ഇന്ന് സഭയുടെ പരിഗണനയിൽ വരുന്നത് പാസ്സാക്കുന്നതിനായി. അതുകൂടാതെ ധനവിനിയോഗ ബില്ലും അടക്കം പാസ്സാക്കുകയും ചെയ്യും. അങ്ങനെ 9 ബില്ലുകൾ ഇന്ന് പാസ്സാക്കി സഭ പിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പുതിയ സർക്കാർ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഒരു നിയമസഭ വരും. അത് 16ാം നിയമസഭ ഇനി ചുമതലയേൽക്കും. അതുവരെ അതോട് 15ാം കേരള നിയമസഭയുടെ സമ്മേളനം ഇതോടെ അവസാനിക്കുകയാണ്. ഏതായാലും അവസാന ദിനത്തിലും അടിച്ച് പിരിയാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെയുള്ള പ്രതിഷേധം ഇന്നും തുടരും. ഇന്നും സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ചോദ്യോത്തരവേള തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സഭാ സമ്മേളനം ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷം പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം പോകും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ സഭയിലേക്ക് എത്താനുള്ള സാധ്യതയും ഇന്നില്ല. അദ്ദേഹം പുതിയുഗ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ് ഇന്ന് അവസാനിക്കുന്നത്. സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നും പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്നലെ ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൽ ഉടനീളം ഒരു പ്രതിഷേധത്തിന്റെ തന്നെ ഒരു സാഹചര്യമായിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രതിഷേധം ഉയർത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നതും. ഇന്നലെയും ഈ ഒരു VD സതീശൻ പൊതുയുഗ യാത്രയിലായതിനാൽ തന്നെ ഡെപ്യൂട്ടി ലീഡറായ K ബാബുവാണ് സംസാരിച്ച് തുടങ്ങിയത്. അതിനുശേഷവും ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരുന്നു സഭയിൽ ഉന്നയിച്ചിരുന്നതും. ഇതേ തുടർന്ന് ഈ ഒരു നിസ്സഹരണം
പ്രഖ്യാപിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. ഈ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യാൻ ഇന്നലെ തീരുമാനിച്ചതും. ഏതായാലും 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ അവസാന സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യാനാണ് ഇന്നലെ തീരുമാനിച്ചിരുന്നത്. ഇന്നും ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പൊതുയാത്രയിലായതിനാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്താൻ സാധ്യതയില്ല, സഭയിൽ എത്താൻ സാധ്യതയില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.